നമ്മുടെയൊക്കെ നാട്ടിൽ വിവാഹ പ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന യുവതീ യുവാക്കളുടെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടുവരികയാണ്. അവരുടെയൊക്കെ ജീവിതങ്ങൾ വളരെ ദുഃഖപൂർണമാണ്. കാരണം പലരും പറയാറുണ്ട്, അച്ചോ നല്ലൊരു ജോലിയുണ്ട്, സാമ്പത്തികമായ സുസ്ഥിതിയുമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വിവാഹം നടക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരമ്മച്ചി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ചോ എൻ്റെ മകൾക്ക് 38 വയസ്സ് പ്രായമായി. ഞാൻ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മകൾക്കുണ്ട്, വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. വലിയ വേദനയോടെ അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം എന്നും ഞാൻ മറുപടി പറഞ്ഞു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഒന്ന് പറഞ്ഞു, അച്ചോ ഈ മകളെ വിവാഹം കഴിച്ചയക്കാനായി ഞാൻ കുറച്ച് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ സമ്പാദ്യത്തിൽ കുറച്ചെടുത്ത് ഇങ്ങനെ വിവാഹപ്രായമെത്തിയിട്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടിൻ്റെ പേരിൽ വിവാഹം കഴിക്കാൻ സാധിക്കാതെ വരുന്ന മക്കൾക്ക് കൊടുക്കുവാനായിട്ട് തുടങ്ങി. അച്ഛനറിയാമോ, പിന്നീട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ അത് അവർണ്ണനീയമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ പുതുവത്സരത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, മാനുഷികമായ ദൃഷ്ടിയിൽ എല്ലാം നമുക്കുണ്ട്. പക്ഷേ ഒന്നും വർക്കൗട്ട് ചെയ്യാത്ത നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഒരു കൈ സഹായമായിട്ട് അനേക ആയിരങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ എത്രമാത്രം ഇറങ്ങിയോ അതിൻ്റെ 100 മടങ്ങായിട്ട് കൃപകളും അനുഗ്രഹങ്ങളും ഈ പുതുവർഷത്തിൽ ദൈവം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ലൂക്ക അറിയിച്ച സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 38-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൊടുക്കുവാനുള്ളത് ചിലപ്പോൾ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ സമയം കൊടുക്കാം, നമ്മുടെ സാന്നിധ്യം കൊടുക്കാം. അതെ, ഇവയെല്ലാം കൊടുക്കുമ്പോൾ ദൈവം നമ്മിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും അനുഗ്രഹങ്ങൾ ചൊരിയുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.